നമ്മളെല്ലാം ജീവിതത്തിൽ സമ്പന്നനാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ആ സമ്പന്നതയിലേക്ക് എത്തുന്നുള്ളൂ. ഈ സമ്പന്നതയിലേക്ക് എത്തിയവരുടെ സീക്രട്ടാണ് നമ്മൾ ഇന്നിവിടെ റിവീൽ ചെയ്യാൻ പോകുന്നത്. ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവന്റെ ഭാവനാശക്തിയാണ്. ഭാവനാശക്തിക്ക് അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ഈ ഭാവനയെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ കണക്ട് ചെയ്ത് നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ അറിയുന്നതോ ആയ അവസ്ഥയിലൂടെ ആയിരിക്കും. സമ്പത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളിലും നിങ്ങൾക്ക് തന്നെ പ്രതികൂലമായിട്ട് ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ മക്കൾ നന്നായി പഠിക്കുന്ന മികച്ച നല്ല മക്കളായി വളരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്നതും ഭാവനയിലൂടെ കാണുന്നതും എന്താണ്? അവനൊന്നും പഠിക്കുന്നില്ലല്ലോ, അവനൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ലല്ലോ, ഒന്നും ശരിയാകുന്നില്ലല്ലോ, ഇവൻ എങ്ങനെയാണ് ശരിയാക്കുന്നത്? അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് നേരെ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മുടെ ഭാവനയിലൂടെ നിരന്തരമായി ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നിരന്തരമായി നമ്മളോട് തന്നെയും മറ്റുള്ളവരോടും ആ കുഞ്ഞിനോട് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവനോട് പെരുമാറുന്നത് പോലും അവൻ നമ്മൾ ആഗ്രഹിക്കുന്നതിന് വിപരീതമുള്ളവനായിട്ടാണ് എന്നുള്ള അതേ രീതിയിലായിരിക്കില്ലേ? പിന്നെ എങ്ങനെയാണ് അവൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മിടുക്കനോ മിടുക്കിയായി മാറുന്നത്? നമ്മൾ നിരന്തരം പറയുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ കാര്യത്തെയും കുറിച്ചുള്ള ധാരണകളും വിശ്വാസങ്ങളും ഉടലെടുക്കുന്നത്. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് സമ്പന്നനാകുന്നില്ല എന്ന് നിങ്ങൾ നോക്കുമ്പോൾ അതിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയല്ലേ? കുഞ്ഞിനോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്ന പോലെ പണത്തിനോട് നിങ്ങൾ എതിരായിട്ടല്ലേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഇന്നു മുതൽ നിങ്ങൾക്ക് പ്രതികൂലമായി ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതിനും പകരം നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിച്ചൂടെ? അതായത് നിരന്തരം നിങ്ങൾ പണം എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ്, പണത്തിന്റെ ആവശ്യം വരുമ്പോൾ ഇതെങ്ങനെ ഞാൻ നേരിടും എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾക്ക് പണത്തിന്റെ ഒരു ആവശ്യം വരുന്ന സമയത്ത് ഒരു KSF ചിട്ടി കിട്ടിയ പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ധാരണയിൽ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുകയാണെങ്കിൽ, അതായത് KSF ഒരു ചിട്ടി നമുക്ക് കിട്ടിയാലും ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ആ പണം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. പക്ഷെ ചിട്ടി കിട്ടിയ അന്ന് മുതൽ ആ പണം നമ്മളുടേതാണ് എന്നുള്ള രീതിയിലായിരിക്കില്ലേ തുടർന്ന് പണത്തിന്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പെരുമാറുന്നതുമെല്ലാം? അതുപോലെ നമുക്ക് ആവശ്യമുള്ള പണം KSF ചിട്ടി കിട്ടിയ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിൽ നമ്മുടെ ഓരോ ചിന്തയെയും ഓരോ വാക്കിനെയും ഓരോ പ്രവൃത്തിയെയും മാറ്റാൻ കഴിയുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും കഴിയുകയാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. ഇന്നു മുതൽ നിങ്ങളുടെ ചിന്തയും സംസാരവും പ്രവൃത്തിയും ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക.